പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു എന്ന വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് കാര്യങ്ങൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവർ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുകൂടി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ജനങ്ങൾ അങ്ങ് തിരിച്ചറിയും. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഭാരതീയ ജനതാ പാർട്ടിയും അമിത്ഷാ നരേന്ദ്രമോദിയും ഒക്കെ എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അത് രാജ്യത്ത് നടപ്പിലാക്കുമെന്നുള്ളൊരു ഗൗരവകരമായിട്ടുള്ളൊരു ചിന്തയും കൂടി രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. പൗരത്വ നിയമ ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ളൊരു വലിയ അനുഭവം പങ്കുവെക്കാനുണ്ട്. നമുക്കറിയാം, ഈ കോവിഡിൻ്റെയൊക്കെ മുമ്പായിട്ടാണ് ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ ഒരു ദിവസം കാലിക്കറ്റ് ടൗണിലുള്ള ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഫോക്കസ് മാളിൽ ആണെന്ന് തോന്നുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഒരുപാട് ആളുകൾ റോട്ടിലേക്ക് പെട്ടെന്ന് നോക്കുന്നു, പെട്ടെന്ന് മൗനം സംഭവിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഞാനും പെട്ടെന്ന് തന്നെ ആ റോട്ടിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ റാലിയാണ് കടന്നു വരുന്നത്. PFI ആണ് ആ റാലി നടത്തുന്നത്. ആ റാലിയിൽ നിറയെ കള്ളിത്തുണി ഉടുത്ത്, പച്ച ബെൽറ്റ് കെട്ടി, അരയിലൊരു കത്തി വെച്ച്, ടീഷർട്ട് ഫുൾ കൈ ടീഷർട്ടാണ് അടിപനിയനായിട്ടുള്ളത് ഇട്ടിട്ടുള്ളത്. വലിയ വിചിത്രമായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മലപ്പുറം കത്തി ഞങ്ങൾ പുറത്തെടുക്കുമെന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രകടനങ്ങളുമായിട്ടാണ് ആ റാലി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ പെട്ടെന്ന് ചുറ്റുമുള്ള ആളുകളെയാണ് നോക്കുന്നത്. റോഡ് സൈഡുകളിലൊക്കെ തന്നെ രണ്ട് സൈഡുകളിലും നിറഞ്ഞു നിന്നിരിക്കുന്ന ആളുകളിലേക്കാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ആളുകളുടെയും മുഖത്ത് വലിയ ഭയപ്പാടുണ്ട്. ഞാനും വലിയ ഭയപ്പാടോടുകൂടി തന്നെയാണ് ആ റാലിയെ നോക്കി കണ്ടിട്ടുള്ളത്. രാജ്യവിരുദ്ധ പ്രകടനങ്ങളാണ് നിരന്തരം ആ റാലിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തി ഞങ്ങൾ പുറത്തെടുക്കും, ജീവൻ വേണമെങ്കിൽ ജീവൻ തരും, ആ രീതിയിലുള്ള ഒരുപാട് പ്രകടനങ്ങൾ. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇവരെയൊന്നും ജയിലറകളിലേക്ക് കൊണ്ടുപോവാത്തത് എന്ന്. അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും തന്നെ ആ ഒരു വാർത്തയും കേട്ടു. PFIയെ നിരോധിച്ചു എന്ന സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയും. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്, ആ റാലി കണ്ടിട്ടുള്ള ബോധമുള്ള ഒരു മുസൽമാനും അതേപോലെ തന്നെ മറ്റു മതങ്ങളിലെ ആളുകളും ഇവരെയൊക്കെ പിന്തുണക്കുന്ന ഒരാൾക്കും ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ ഒരു റാലി കണ്ടുകൊണ്ട് ആ ഒരു നിയമം രാജ്യത്ത് നടപ്പിലാക്കാതിരുന്നാൽ പിന്നെ രാജ്യത്ത് ആ ആളുകൾ വിചാരിക്കുന്നത് പോലെ മാത്രമല്ലേ നടക്കൂ എന്നൊരു ചിന്ത സകല ആളുകളിലും ഉണ്ടാവില്ലേ. ഇനി ഈ ഒരു വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട് ഞാനൊരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു സമയത്താണ് അവിടെയുള്ള അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും ഒക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ രാജ്യത്ത് നിന്ന് പുറത്തു പോവേണ്ടി വരും. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രകടനത്തിനും ഇറങ്ങാത്ത സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്തു പോവേണ്ടി വരും, പ്രകടനത്തിന് ഇറങ്ങണമെന്ന്. ഞാൻ ആ സമയത്ത് തന്നെ അവരുടെ അടുത്തു നിന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും ഈ രാജ്യത്ത് നിന്ന് ഒരു പൗരനും എങ്ങോട്ടും പോവേണ്ടി വരില്ല. ഇതൊക്കെ ഭയപ്പെടുത്തിയിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തട്ടിപ്പുമായിട്ട് ഇവർ ഇറങ്ങിയിട്ടുള്ളതാണെന്ന്. ആ ഉമ്മ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെയുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള സകല മുസ്ലിം സ്ത്രീകളെയും ഒരിക്കൽ പോലും പ്രകടനത്തിന് ഇറക്കാത്ത ആളുകളെ പോലും തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് റോട്ടിലിറക്കി പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, കോവിഡ് വന്നു, വർഷങ്ങൾ കഴിഞ്ഞു. ആ പ്രകടനം വിളിച്ച സകല ആളുകളും ഇവിടെ തന്നെയുണ്ട്, ഒരു പ്രശ്നവുമില്ല, അവരെ ഭയപ്പെടുത്തുക തന്നെയാണ് ചെയ്തത് എന്ന് പിന്നീട് ഒരുപാട് ആളുകൾ നമ്മളുമായിട്ടൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ രംഗത്തിറങ്ങിയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അടിവരയിട്ട് പറയുന്നു,
CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന്. ഈ പിണറായി വിജയനോ കേരള സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു റോളുമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. രാജ്യത്തെ, അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ കേരള സർക്കാരിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പൗരത്വമൊക്കെ ഒരു രാജ്യത്ത് നടക്കുക ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരിന് യാതൊരു റോളുമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് കുറേ അന്തം കമ്മികൾ സോഷ്യൽ മീഡിയകളിലൂടെ ഞങ്ങൾ പിണറായി വിജയനൊപ്പം ഒരു പാർട്ടിയും നോക്കാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തി ഉദ്ദേശിച്ചത് ഏതായാലും നടപ്പിലാവുന്നുണ്ട് കേരളത്തിൽ. അതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ കേരളത്തിലെ സകല മുസ്ലിങ്ങളോടും നല്ലവരായിട്ടോ തീവ്ര ചിന്താഗതിക്കാരോടല്ല, അവർ ഈ രാജ്യത്തിന് ദ്രോഹികൾ തന്നെയാണ്. നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളോടൊക്കെ പറയാനുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പൗരത്വ നിയമം നടപ്പിലാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനൊന്നും ബാധിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധമതം, ഈ മതങ്ങളിലൊക്കെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുന്നതിൽ കുറച്ച് സമയമേ ഏർപ്പെടുത്തുന്നുള്ളൂ. അതേപോലെ മുസ്ലിങ്ങൾ എത്തിയാൽ കുറച്ച് കൂടുതൽ സമയമെടുക്കൂ എന്നുള്ളത് മാത്രമാണ് ഈ പൗരത്വം നടപ്പിലാക്കുന്നതിലൂടെ ഈ ഒരു രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്നൊരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളോട് വിവരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഗൾഫ് മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് എല്ലാ മുസ്ലിം കുടുംബങ്ങൾക്കും ഒരു ബന്ധമുണ്ടാവും. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ഒരിക്കലും അവിടെ പൗരത്വം കിട്ടില്ല, എത്ര കാലം ഗൾഫിൽ ജീവിച്ചാൽ പോലും. എന്നിട്ടും നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുക്കും. അതിന് കുറച്ച് സമയമാണ് വേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മുടെ കേരളത്തിലെ ഇടതനും വലതനും സകല സംവിധാനങ്ങളും നിങ്ങളെ ഭയപ്പെടുത്താനാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി നമ്മളൊന്നും പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നാളുകളിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. കാരണം മറ്റൊന്നുമല്ല, ഇത് നടപ്പിലാക്കിയിട്ട് 5 വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ, ഈ തെറി പറയുന്ന ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അന്നും രാജ്യത്തിനെ കുറ്റം പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവും. ആ സമയത്തെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിയണം, രാജ്യത്ത് എന്ത് നടപ്പിലാക്കുകയാണെങ്കിലും അത് രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും മതങ്ങളെ മാറ്റി നിർത്താൻ ചെയ്യുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയുക. ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുകയാണ്, ഈ രാജ്യത്തുള്ള ഒരു പൗരനും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു പൗരനും, മുസൽമാനും ഒരാളും ഈ രാജ്യം വിട്ടുപോവേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.